എസ്ആർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഫായിലാണ്. ചെറിയൊരു മിനി ബ്ലോഗുമായിട്ട് ഇറങ്ങിയതാണ്. അൽക്കുത്ത് മാളിൻ്റെ വർണ്ണാഭമായ കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ഫുഡ് കഴിക്കാനുള്ള തിരച്ചിലാണ്. തൊട്ടടുത്തെങ്ങും ഹോട്ടലുകളൊന്നുമില്ല. ട്രെയിനിൻ്റെ ഇൻറ്റീരിയർ വർക്കുള്ള ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനായിരുന്നു കൂടെയുള്ളവരുടെ ആഗ്രഹം. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഒരു ഹോട്ടൽ കണ്ടെത്തി. അതിനുള്ള തിരച്ചിലാണ്. എന്നിട്ട് നമ്മളെയും കൊണ്ട് ഇങ്ങനെ വലഞ്ഞ് നടക്കണം, അലഞ്ഞ് നടക്കണം. ഇവിടെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേയും ചോദിക്കും. കാലിക്കറ്റ് ഇതിൻ്റെ പുറകിലാ? അതെ, ഞങ്ങൾ അരമണിക്കൂറായി തപ്പി നടക്കുന്നേ. ആ അതാ കണ്ടു ഇവിടുന്ന് കാണാം. താങ്ക് യു ചേട്ടാ. എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും, എങ്ങനെ പോയാലും. ഇതാ കാണുന്നു. അതങ്ങനെ നമ്മൾ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണോ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഹോട്ടലല്ലായിരുന്നു. സമയക്കുറവ് കാരണം ഇവിടെ കയറിയതാണ്. ഇവിടുത്തെ മെനു കാർഡ് വളരെയധികം സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതായിരുന്നു. കോഴിക്കോടിൻ്റെ തനത് രൂപങ്ങൾ ഓരോ പേജ് മറിക്കുമ്പോഴും ചിത്രങ്ങളിലൂടെ നമുക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു. മെനു കാർഡൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ദേശീയഭക്ഷണമായ പൊറോട്ടയും മീൻകറിയും പുട്ടുമൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ പാടെ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സുമായി വന്നു. ഓറഞ്ചിൻ്റെ ഒരു ജ്യൂസായിരുന്നു. അവർ ഡിന്നർ സമയത്ത് കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റായ ഫുഡുകൾ കൊണ്ടുള്ള ഒരു മുറുക്കാൻ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. അവർ നമുക്ക് ഇതെന്താണ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പ്ലാൻ പോലെ അത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് കഴിക്കുന്ന ഒരു അപ്പറ്റൈസറായിട്ട് ഡിഷാണ്. അതെ, പഴശ്ശിരാജയുടെ മുറുക്കുന്ന രീതിയാണ്. ഫുഡ് ഐറ്റംസ് മാത്രമാണ്. ഇത് കടൽ, ഇത് സെൻറ്ററിൽ കോക്കനട്ട് ഫ്രൈ, ഉള്ളി, ഇതേതാ സോയ സോസാണ്? നമ്മുടെ കനിയും ജാഗരിയും കൂടെ വരട്ടിയതാണ്. ഇത് ഈ സോസ് അല്ലേ, ഇത് ചില്ലി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നമ്മൾ ശരിക്കും മുറുക്കുന്ന പോലെ സെയിം ഈ ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് ആൾ കഴിച്ചിട്ട് ആദ്യം അഭിപ്രായം പറയും, എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കഴിച്ചു പോകാൻ. സമൂസ മുളകും പോലെ മുളകിട്ട് അയ്യോ, എങ്ങനെയുണ്ട്? പൊളിയാ, സൂപ്പറാ. ആ എന്നടുത്തടുത്ത് കഴിക്കി ഭക്ഷണം വരുന്ന നോക്കട്ടെ. അതെ, എരിവും മധുരവും പുളിയുണ്ടോ? നാലാട്ട് മടക്കി സമൂസ മടക്കുന്ന പോലെ മടക്കി. എങ്ങനെയുണ്ട്? പോയ വഴിക്കൊക്കെ ഒരു വെറൈറ്റി ഇല്ലേ? എങ്ങനെയുണ്ട് നിഷാദേ? അങ്ങനെ പൊറോട്ട എത്തി. ഉരുളിയിൽ മീൻകറി, അവിടെ പുട്ടും മീൻകറിയും. അടിപൊളി ചൂട് പൊറോട്ട. അത് ഞാൻ പറഞ്ഞില്ല, അവർ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സംഭവം. മീന് നല്ല ഫ്രഷ് മീനാണോ? അപ്പം ഇത് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്തതല്ല. ഇവിടെ വന്നപ്പം അവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്തു. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പം ഇത് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ആരും വിചാരിക്കരുത്. ഇത് നമ്മൾ തേടി പിടിച്ച് വന്ന ഒരു കടയാണ്. അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് മീൻകറി പൊളിയെന്നാണ് പറയുന്നത്. മീൻകറി അടിപൊളിയായിരുന്നു. നല്ല പച്ച മാങ്ങിയിട്ട മീൻ.
സന്തോഷ് ഭായി പറഞ്ഞതുപോലെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ലായിരുന്നു. ആകസ്മികമായി ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കുക, നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫായിലിൽ വരുന്നവർ ഒരിക്കലെങ്കിലും ഒന്ന് കയറി കഴിച്ചു നോക്കുക. കാലിക്കറ്റ് ഷെഫ് റെസ്റ്റോറൻറ്റ്. ഇനിയും നല്ലൊരു വീഡിയോസുമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ക്യാമറമാൻ സന്തോഷ് ഭായിയോടൊപ്പം നിഷാദ് കുഞ്ഞിപ്പായോടൊപ്പം വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.